എൻ്റെ പേര് ഷിനി. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ പേരാവൂരാണ് എൻ്റെ സ്ഥലം. ആദ്യമേ തന്നെ ഈ ഒരു അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദിയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിട്ട് 8 വർഷം പൂർത്തിയാകുകയാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അമ്മ ഇന്ന് ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു സാക്ഷ്യം പറയൽ ഞാൻ കണക്കാക്കിയാണ്. എൻ്റെ ഒരു രോഗസൗഖ്യ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ദൈവത്തിലേക്ക് വന്നത്, ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ആ ഒരു സാക്ഷ്യം പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. 2024 മെയ് 17 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2024 ജൂലൈ 28 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ദൈവമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ഒരു ക്രിസ്ത്യൻ സാഹചര്യത്തിൽ നിന്നാണ്. ഞങ്ങളുടെ അവിടെ എല്ലാവരും ക്രിസ്ത്യൻസാണ്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഫ്രണ്ട്സാണേലും ഞാൻ പഠിച്ച സ്കൂളാണേലും എല്ലാം ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഒരു 10-17 വർഷം ഈശോയും മാതാവിനും ഒത്തായിരുന്നു എൻ്റെ യാത്ര എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ +2 പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതിന് ശേഷം ഞാൻ അവിടെ എനിക്കൊരു ഫ്രണ്ടിനെ, ഒരു ഹിന്ദു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടു. അവിടെ നിന്നാണ് ഞാൻ പിന്നീട് നമ്മളുടെ കഥകൾ, നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ കഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ പോവാം ഒക്കെ പറഞ്ഞ് അവൾ എന്നെ കൂട്ടി അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് അവളുടെ കൂടെ കുറച്ച് പ്രാവശ്യം അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വന്നിട്ട് പിന്നെ എൻ്റെ ഈശോയുള്ള പ്രാർത്ഥനയിൽ കൊന്ത ചൊല്ലൽ പതുക്കെ കുറഞ്ഞു, ബൈബിൾ വായന പതുക്കെ കുറഞ്ഞു. അവസാനം എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അമ്പലങ്ങളൊക്കെ പോകുന്നത് തന്നെ ആക്കി. അപ്പോഴെനിക്ക് ഈ ബൈബിളും കൊന്തയും ഒക്കെ എനിക്കൊരു ബാധ്യത പോലെ എനിക്ക് തോന്നി. പക്ഷേ എനിക്കിത് കൊടുത്തുവിടാൻ ഭയങ്കര വിഷമമായിരുന്നു. കാരണം 10-17 വർഷം എൻ്റെ കൂടെ, എൻ്റെ ഒരു ആത്മാവ് പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണിത്. പക്ഷേ ബേസിക്കലി നമ്മളങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആ ബൈബിള് കൊന്തയെല്ലാം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഞാനത് കൊടുത്തുവിട്ട് ഞാനത്. അതിനുശേഷം ഞാൻ പൂർണ്ണമായിട്ടും അമ്പലങ്ങളൊക്കെ പോകാനൊക്കെ തുടങ്ങി. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു. ഇവിടെ നിന്നും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ അപ്പോഴാണ് എനിക്ക് PCOD സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 വർഷമായിട്ട് എനിക്ക് PCOD ഉണ്ട്. ആദ്യം തുടക്കത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ 2-3 മാസം കൂടുമ്പോഴാണ് മെൻസസ് വരുന്നത്. അതിനുശേഷമാണെങ്കിലും പിന്നീട് ബ്ലീഡിങ് കൂടി വന്നു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ കഷ്ണം പോലെയൊക്കെയാണ് ബ്ലീഡിങ് പോയിക്കൊണ്ടിരുന്നത്. അത് 1-2 മാസമൊക്കെ ഹെവി ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ കുടുംബജീവിതത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ആകെ ടെൻഷനാകാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഞങ്ങൾ ഹസ്ബൻഡ് കാസർഗോഡ് വർക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിലാണ് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വരുന്നത്. ഡെങ്കിപ്പനി വന്നിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൃപാസനം പത്രം എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുത്തരുന്നത്. പക്ഷേ ഇത് ഏത് പത്രമാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അമ്മ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു പത്രമാണെന്ന് പറഞ്ഞപ്പം ഓക്കെ, നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിച്ച്. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു റീല് കാണുകയാണ്. കൃപാസനം ഉടമ്പടി, കൃപാസനം കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ പരീക്ഷയിൽ ജയിച്ചു, ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, പഠിക്കാതെ എങ്ങനെയാണ് പാസ്സാകുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ. പക്ഷേ റീലാണ് നമുക്കുള്ള, അതിൻ്റെ മുമ്പുള്ളതും ബാക്കുള്ളതും നമുക്കറിയില്ല. റീൽ ആ ചെറിയ കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് ഒരു നെഗറ്റീവാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ PCOD ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, കുറഞ്ഞില്ല. ആദ്യമൊക്കെ മെഡിസിൻ എടുക്കുമ്പോൾ കുറയുമായിരുന്നു, പിന്നീട് അത് കുറയാതെയായി. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഡെങ്കി ആയിട്ട്. ഹസ്ബൻഡ് അവിടെയാണ്, ഞാൻ വീട്ടിൽ. എന്നെ ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഈവനിങ് പറഞ്ഞു, ഇങ്ങനെ കൂടുതലാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മെഡിസിൻ എടുത്തിട്ടും ഇത് കുറയുന്നില്ല. ഹെവി ബ്ലീഡിങ് ഭയങ്കര കഷ്ണമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ടെൻഷൻ ആവാൻ തുടങ്ങി എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, സീമ എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി വീട്ടിൽ വരികയും എന്നോട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായോ? എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ, കുറേ ദിവസമായോ, അമ്മ ഹോസ്പിറ്റലിലെന്ന് പറയുന്നത് നീ പോയില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇതാണ് കാര്യമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ചേച്ചി വീട്ടിലേക്ക് പോയി.
2-3 ദിവസം കഴിഞ്ഞ ശേഷം ചേച്ചി വീണ്ടും എന്തോ ആവശ്യത്തിന് വേണ്ടി എൻ്റെ അമ്മേനെ വിളിച്ചു. അമ്മേൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴും ഞാനാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതുവരെ പോയില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പോയില്ല ചേച്ചി, എനിക്കിത് കുറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വീട്ടിലേക്ക് വന്നു. ഉടമ്പടി തൈലമായിട്ടാണ് ചേച്ചി വന്നത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിത് കുറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ, ഉടമ്പടി എടുക്കുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കരച്ചിലാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 10-16 വർഷം ഞാൻ പറഞ്ഞല്ലോ ഈശോയും മാതാവുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ പക്ഷേ ഒരു സമയത്ത് ഞാൻ മറന്നുപോയി, വേറെ ഇതിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് വ്യതിചലിച്ചു. പക്ഷേ അപ്പോഴും എന്നെ വിടാതെ എൻ്റെ കൂടെ എൻ്റെ പ്രശ്നങ്ങളിൽ ഉടമ്പടി പത്രമായിട്ടും സ്നേഹമായിട്ടും എൻ്റെ കൂടെ വരുന്നത് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി അത് പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ചറിയുമായിരുന്നു. ആ ഒരു വലിയ സ്നേഹം, നമ്മളോടുള്ള ഒരു കരുതൽ ഞാനത് തിരിച്ചറിയുമായിരുന്നു. ചേച്ചി വന്നു, എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ 11 മണിയാകുമ്പം അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ വരും, നീ അതൊന്ന് കേൾക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണത് എടുത്തു തരേണ്ടതെന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ല. അപ്പോൾ അച്ഛൻ്റെ പേര് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ടെൻഷൻ കാരണം പിറ്റേ ദിവസം വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹസ്ബൻഡ് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയി. ഞാൻ ഒറ്റയ്ക്കേ വീട്ടിലുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആകെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെയും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പതിവില്ലാത്തൊരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിൽ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഒരു പതിവില്ലാത്തൊരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനം ഞാൻ അതിൽ കാണുന്നത്. അപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ രോഗസൗഖ്യം ഉണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു മനസ്സിൻ്റെ ആശ്വാസത്തിന് ഈ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ട് ആ ഒരു ധ്യാനം കേൾക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ തല കുനിച്ചിരുന്നിട്ടാണ് ഞാൻ ധ്യാനം കേൾക്കുന്നത്. അങ്ങനെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പം അച്ഛൻ പറഞ്ഞു, രോഗസൗഖ്യ പ്രാർത്ഥനയാണ്, എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ആ രോഗസൗഖ്യ സാക്ഷ്യത്തിൽ 3-ാമതായിട്ട് പറഞ്ഞത് PCOD ഉള്ള മക്കൾക്ക് ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അത് കേട്ടപ്പോഴേക്കും ഇപ്പോഴും എനിക്കൊരു കുളിര് വരികയാണ്. അത് കേട്ടപ്പോഴേക്കും എൻ്റെ മേലാകസകലം കുളിര് കയറി. എനിക്ക് സങ്കടമാണ്, എനിക്ക് പൊട്ടിക്കരഞ്ഞ് ഞാൻ എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. അന്ന് വൈകുന്നേരം മുതൽ ഇന്ന് 6 മാസമായി എനിക്ക് അങ്ങനൊരു പ്രശ്നമില്ല. എനിക്ക് 6 മാസമായിട്ട് അന്ന് വൈകുന്നേരം തൊട്ട് എനിക്ക് ബ്ലീഡിങ് വന്നിട്ടില്ല. പീരീഡ്സ് ഇപ്പോൾ കറക്റ്റാണ്. ആ ഒരു രീതിയിലുള്ള പീരീഡ്സ് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ, ആ ഒരു PCOD ആ പ്രശ്നങ്ങൾ എനിക്ക് അന്ന് വൈകുന്നേരം മുതൽ എനിക്കില്ല. ഇപ്പം 6 മാസമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എനിക്ക് വന്നിട്ട് ആ ഒരു പ്രശ്നങ്ങൾ പിന്നെ വന്നിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ എത്ര മറന്നു പോയാലും നമ്മൾ മറക്കാതെ നമ്മുടെ കൂടെ വരുന്ന ആ ഒരു സ്നേഹം അത് ഞാൻ തിരിച്ചറിയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. 2024 ജൂലൈ 28-ാം തീയതി ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ. അപ്പം ഞാൻ ഇതിന് ശേഷം ഞാൻ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി, സാക്ഷിയൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിലെ തൈലം, അതുപോലെ കാശുരൂപം, ഇതിൻ്റെ ബൈബിൾ വായന, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു, ദൈവമേ, ഒരു കാശുരൂപം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് ആ ചേച്ചി തന്നെ ഇവിടെയുള്ളൊരു കാശുരൂപം, ഒരു മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്ക് കൊണ്ടുതന്നു. അതിനുശേഷം ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇനി ബൈബിളൊക്കെ വായിക്കണം, പഴയ പോലെ തന്നെ എനിക്ക് തിരിച്ചു വരണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ച സമയത്തേക്ക് ഞാൻ അറിയാതെ തന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറയാണ്, നിനക്ക് ബൈബിൾ വായിക്കാൻ ഇഷ്ടമാണോ, എനിക്ക് ഞാൻ ബൈബിൾ തരാമെന്ന് പറഞ്ഞ് എനിക്ക് കൊറിയർ ചെയ്ത് തരികയാണ്. അതുപോലെ ഞാൻ ഓർത്തു, ദൈവമേ, എനിക്ക് ആ ഉടമ്പടി തൈലം ഒന്നുകൂടെ പുരട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു ചേച്ചി എനിക്ക് ഇതുപോലെ തന്നെ ഉടമ്പടി തൈലം എനിക്ക് പുരട്ടി തരാനും അതുപോലെ അത് അനുഭവിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ രാവിലത്തെ 5:30 പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അപ്പം മാതാവിൻ്റെ ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നിച്ചേരിയാണ് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം തന്നെ പോയിട്ട് ഞാനൊരു പ്രിൻ്റ് എടുത്തൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ദിവസം പോലും ഫാമിലിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇനി എന്തെന്ന് പറഞ്ഞാലും എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും പ്രാർത്ഥന വിട്ടിട്ടുള്ള ഒരു കളി ഇല്ല. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ, അത് കറക്റ്റ് ടൈമിന്. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനമാണെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ എല്ലാ ധ്യാനവും കേൾക്കുകയും അത് പ്രാർത്ഥനാപൂർവ്വം കേൾക്കുകയും ചെയ്യും.
അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന ഒരു വ്യക്തിയാണ് അമ്മ. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഡെങ്കി ഫീവർ വന്നു കഴിയുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് പിടിച്ചു. അപ്പോൾ അമ്മേൻ്റെ കൗണ്ടൊക്കെ വളരെയധികം കുറഞ്ഞു. അമ്മയ്ക്ക് ഷുഗർ, പ്രഷർ എല്ലാം ഉണ്ട്. അപ്പോൾ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി, കാരണം അറ്റാക്കൊക്കെ വന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ നമ്മുടെ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കഞ്ഞിയിലിട്ട് അമ്മയ്ക്ക് കോരി കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡിസ്ചാർജായി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, പിന്നെ വിളി, കരച്ചിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്തായാലും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയേ എനിക്ക് പറ്റത്തുള്ളൂ, ഇവിടെ എനിക്ക് ഒരുപാട് വന്ന് നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ അമ്മ തന്നെ കാത്തോളണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കാസർഗോഡാണ്, അമ്മ നാട്ടിൽ കണ്ണൂരാണ്. അപ്പോൾ പെട്ടെന്ന് രാത്രിക്കൊക്കെ ശ്വാസം മുട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ടെൻഷൻ ആകുമല്ലോ, വേറെ ആരും വീട്ടിലില്ല, അച്ഛനില്ല, വേറെ ആരും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ അമ്മേനെ 1-2 തവണ ഹോസ്പിറ്റലൊക്കെ രാത്രിക്ക് കൊണ്ടുവേണ്ടി വന്നു. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയ ശേഷം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ ഒരു ഉപ്പിട്ട് അമ്മ കഴിക്കണം, പിന്നെ ഇനി അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയ്ക്ക് ആ ഒരു ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങളോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങളോ വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് പ്രായമായതാണ്, അച്ഛനെ കൈയൊന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കൈ ഉളുക്കിയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു സർജറി ഒന്നും ചെയ്യണ്ട, നമുക്ക് ഈ ഉടമ്പടി തൈലം തേച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ട് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛനിപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. അതുപോലെ എൻ്റെ മോളുടെ കാര്യം, മോൾക്ക് 1 വയസ്സ് മുതൽ അഡിനോയിഡിൻ്റെ ഇഷ്യൂ തുടങ്ങിയതാണ്. അന്ന് മുതൽ 6 വയസ്സ് വരെ അവൾക്ക് അഡിനോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴേക്കും അറിയാമല്ലോ, കുഞ്ഞ് കൊച്ചാവുമ്പോഴേക്കും അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത്രയും മെഡിസിൻ എൻ്റെ കുഞ്ഞ് എടുക്കുന്ന ഒരുപാട് വിഷമമാണ്, അപ്പോൾ ഇനി മുതൽ ഞാൻ ഒരു മെഡിസിൻ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾക്ക് മെഡിസിൻ എടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പനി വന്നിട്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇവൾക്ക് ഞങ്ങൾ ഒരു മെഡിസിനും കൊടുക്കുന്നില്ല, ഉടമ്പടി തൈലം മാത്രമാണ് മെഡിസിൻ. എൻ്റെ കൊച്ച് പൂർണ്ണമായിട്ട് നിർത്തി. ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രോഗികളെ പോയി കാണും. അതുപോലെ തന്നെ പത്രം നമ്മളുടെ കാസർഗോഡും കൊടുക്കും, പിന്നെ കണ്ണൂരും പോയി ഞങ്ങൾ കൊടുക്കും. അത് ഹോസ്പിറ്റലിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ അപ്പച്ചന്മാരൊക്കെ ഉള്ള ഒരു അനാഥ ആലയത്തിൽ ഹസ്ബൻഡ് വന്നിട്ട് അരി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ, അതായത് കുടുംബത്തിൽ പ്രാർത്ഥന വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. എന്തെന്ന് പറഞ്ഞാലും പ്രാർത്ഥന വേണം. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് വരെ ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ട്. അതുപോലെ ബൈബിൾ വായന, കൊന്ത ചൊല്ലൽ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആദ്യം എനിക്ക് ടെൻഷനൊക്കെ, ഇതുപോലെ ഒരു വേദിയിലൊന്നും ഞാൻ ഒരിക്കലും എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അമ്മ അനുവദിച്ചു. ഞാൻ വളരെ ടെൻഷനുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ നന്നായിട്ട് എനിക്ക് സംസാരിക്കുവാൻ അമ്മ എന്നെ അനുവദിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഭവങ്ങൾ തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച്, ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഈ വേദിയിൽ 3 പേർക്ക് ഒരുമിച്ച് നിന്ന് വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. മത്തായി ശ്ലീഹായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളിൽ 12 വർഷമായി രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും. ആ സ്ത്രീ ഈ പിന്നിലൂടെ വന്ന് അവിടുത്തെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുന്നു. ഈശോ തിരിഞ്ഞ് അവളോട് പറയുന്നുണ്ട്, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ സമയം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ഇവിടെ ഷിനി ലിജു തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ താൻ എങ്ങനെയാണ് ഈശോയെ അമ്മയും സ്നേഹിച്ച് വന്നിരുന്നത്, എന്നാൽ പിന്നീട് തനിക്ക് അതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, വീണ്ടും തന്നെ ആ സ്നേഹവലയത്തിലേക്ക് എങ്ങനെ ഈശോ ചേർത്ത് വയ്ക്കുന്നു, പ്രാർത്ഥനയ്ക്കിന്ന് എത്രമാത്രം പ്രാധാന്യം, അത് കുടുംബ പ്രാർത്ഥന എന്നൊക്കെയാണ് പറയുക ഷിനി ഇവിടെ. അങ്ങനെ ജപമാലയും തിരുവചന വായനയും ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഷിനി പങ്കുവയ്ക്കുമ്പോൾ അതിന് ഷിനിയെ
അർഹയാക്കിയത് ഷിനി മറന്നുപോയിട്ടും ഷിനിയെ മറക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണെന്നാണ് ഈ മകൾ ഇവിടെ പറയുക. രക്തസ്രാവക്കാരി സ്ത്രീ കഷ്ടപ്പെട്ട അതേ അവസ്ഥയിൽ താൻ 4 വർഷമായി തൻ്റെ ബ്ലീഡിങ്ങുമായിട്ട് PCOD. അപ്പോഴിതൊക്കെയായിട്ട് താനിങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി മാറി നടക്കുന്നു. എന്നാൽ ആർക്കും സുഖപ്പെടുത്താനാവാത്തത് ലോകവൈദ്യനായ ക്രിസ്തു സുഖപ്പെടുത്തുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടാനായതും താൻ ഉടമ്പടിയെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. തനിക്കത് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അത് ബൈബിളിലും അങ്ങനെ തന്നെയാണ് പറയുക. അവൾക്കത് ശരീരത്തിൽ അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ സുഖപ്പെടുത്തിയ കർത്താവിനെ പിന്നീട് പൂർണ്ണമായി പിൻചെല്ലുകയാണ് ഈ മകളും ഈ മകളുടെ കുടുംബവും. പിന്നീട് ഓരോന്നും തനിക്ക് കിട്ടിയത് തൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളുടെയും തൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ കാര്യങ്ങൾ, തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, കുടുംബ സമാധാനം, ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് അവരുടെ 8th വെഡ്ഡിങ് ആനിവേഴ്സറി അത് അമ്മയോടൊത്ത് ഈ ആലയത്തിൽ പങ്കിടുവാനും തനിക്കിങ്ങനെ ഒരു വേദിയിലൊന്നും തനിക്ക് പറഞ്ഞ് പരിചയമില്ല, ഇതിനുള്ള ഗഡ്സ് ഒന്നും തനിക്കില്ല. എന്നാൽ ഇതിനൊക്കെ തനിക്ക് കൃപ ചെയ്തത് അമ്മയുടെ ഇടപെടലുകളാണ്, ഈശോയുടെ കരുണയാണെന്ന് ഈ മകള് ഇന്നിവിടെ വിളിച്ചു പറയുകയാണ്, പ്രഘോഷിക്കുകയാണ്. തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊന്നും അണുവിട വ്യത്യാസം വരുത്തുന്നില്ല. എല്ലാം വേണ്ട രീതിയിൽ തീഷ്ണതയോടെ തന്നെ മുമ്പോട്ട് പോകുന്നു. ഈ കുടുംബത്തിനെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നന്ദി പറയുവാനായിട്ട് ഇവർക്ക് കൃപ ചൊരിഞ്ഞ ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.